ഇന്ധന പ്രതിസന്ധി അത് മാത്രവുമല്ല പശ്ചിമേഷ്യയിലെ യുദ്ധം ഒരു പരിധിവരെയെങ്കിലും മലയാളികളെ അത് പരോക്ഷമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന നിരവധിയായ ആളുകൾ കേരളത്തിലേക്ക് തിരികെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഒരു ഞെരുക്കം മലയാളികൾ നേരിടുമ്പോഴാണ് ഈ വിലക്കയറ്റം എന്നതുകൊണ്ടാണ് അധികാരികളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ഇത് പെടുത്തുകയും ചെയ്യുന്നത്. കൃത്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അതല്ല എങ്കിൽ കൈപ്പൊള്ളും ഈ ഓണക്കാലത്ത് എന്നതിൽ തർക്കമില്ല. നമുക്ക് ഡാനി നൽകിയ വാർത്തയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വില സൂചികകളിലേക്ക് ഒന്നുകൂടി പോകുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവരുടെ മുഖ്യ ആഹാരം എന്ന് പറയുന്നത് അരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അരിയുടെ വില, ഈ ജനപ്രിയ ബ്രാൻഡുകൾ അതായത് കൂടുതൽ മലയാളികൾ ഉപയോഗിക്കുന്ന അരിയുടെ വിലയാണ് ഇപ്പോൾ ഈ സൂചികയിൽ ഉള്ളത്. ജയ അരിക്ക് നേരത്തെ 45 രൂപയായിരുന്നു, 5 രൂപ വർദ്ധിച്ച് 50 രൂപയായിരിക്കുന്നു. സുരേഖയ്ക്ക് 44 എന്നത് 6 രൂപ വർദ്ധിച്ച് 50 രൂപയായിരിക്കുന്നു. പൊന്നി അരിയുടെ വില 57 നിന്ന് 63. പച്ചരിക്ക് വലിയ തോതിൽ വില വർദ്ധിച്ചു എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പല കുടുംബങ്ങളിലുമൊക്കെ നമുക്കറിയാം പ്രഭാത ഭക്ഷണങ്ങൾ ഒക്കെ ഈ പച്ചരിയെ കൂടി ആശ്രയിച്ചുകൊണ്ടാണ്. ഇഡലിയും ദോശയും ഒക്കെ മലയാളികളുടെ ഇഷ്ടഭക്ഷണമാകുമ്പോൾ പച്ചരി 32 നിന്ന് 45 ഉയർന്നു എന്നതാണ്. മട്ട അരിയുടെ വിലയും 50 നിന്ന് 60 ഉയരുമ്പോൾ 1 കിലോയ്ക്ക് 10 രൂപ. അതായത് ഒരു 4 പേരോ 5 പേരോ ഒക്കെ അടങ്ങുന്ന ഒരു ശരാശരി മലയാളിയുടെ കുടുംബത്തിൽ നമുക്കറിയാം അരി എന്തോരം ഉപയോഗിക്കേണ്ടതായി വരുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഈ കിലോയിൽ ഉണ്ടാകുന്ന വിലവർദ്ധനവ് അത് വലിയ തോതിൽ ബാധിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുന്നത്. അതുമാത്രവുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉഴുന്നിന്റെ വില 143 രൂപയാണ് 1 കിലോ ഉഴുന്നിന്. ക്വാളിറ്റിയുള്ള ഒരു ഉഴുന്നിന് ഇപ്പോൾ മലയാളി നൽകേണ്ടതായി വരുന്നത്. വൻപയറിന് 106 രൂപ, ചെറുപയറിന് 147, തുവരപ്പരിപ്പ് 137, പീസ് പരിപ്പ് 69, പഞ്ചസാര 50. 44 രൂപയായിരുന്ന പഞ്ചസാര കിലോയ്ക്ക് 50 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രിയ പ്രേക്ഷകരോട് സൂചിപ്പിക്കേണ്ടത്, നമ്മൾ ഇതിനു മുമ്പ് തന്നെ മാംസ വിപണിയിലെ വിലക്കയറ്റം ന്യൂസ് ടെൻസിൽ തന്നെ വിശദമായി ചർച്ച ചെയ്തതാണ്. പ്രത്യേകിച്ച് ബീഫിൻ്റെയൊക്കെ വിലയിൽ വലിയ മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. കോഴിവില ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. മുട്ടയുടെ വില ഒരു മുട്ടയ്ക്ക് 8 രൂപ എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട്. മത്സ്യത്തിന് ശരാശരി 300 രൂപ എന്ന നിലയിലേക്കൊക്കെ എത്തുമ്പോൾ ആണ് പച്ചക്കറിക്കും അതോടൊപ്പം തന്നെ പല വ്യഞ്ജനത്തിനും വില കൂടിയത് എന്നതാണ്. ഇനി ഇതാ അരിവില കൂടാൻ കാരണമെന്ത് എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഇടിവാണ്. പ്രത്യേകിച്ച് കേരളത്തിലേക്ക് അരി എത്തിക്കുന്ന ആന്ധ്ര, കർണാടക, തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൃഷി കുറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ ചൂട് കൂടിയതും കൃഷിക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്നതാണ്. അതിനേക്കാൾ ഉപരിയായി പറയേണ്ടത് ഇറക്കുമതി കുറഞ്ഞിരിക്കുന്നു കേരളത്തിലേക്കുള്ളത് എന്നതാണ്. അതോടൊപ്പം ചരക്ക് കൂലി കൂടി എന്നതാണ്. അവിടെയാണ് ഇന്ധന പ്രതിസന്ധി നേരത്തെ ഡാനിപ്പോൾ സൂചിപ്പിച്ചത്. ഇതാ കേരളത്തിലേക്ക് പ്രധാനമായും അരി എത്തുന്നത്. നമ്മൾ മലയാളികളാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അരി ഉപയോഗിക്കുന്നത് എങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ അരി കേരളത്തിലേക്ക് എത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശ്, മറ്റൊന്ന് തെലങ്കാന, കർണാടകം, തമിഴ്നാട്. ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള അരിയുടെ വരവ് കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഡേറ്റകൾ. അതിന് പ്രധാനപ്പെട്ട കാരണമെന്നത് ശ്രീലങ്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും അടക്കം ഈ അരിയുടെ കയറ്റുമതി വർദ്ധിച്ചു എന്നതാണ്. അപ്പോൾ ഒന്ന് കാർഷിക മേഖലയിലെ പ്രതിസന്ധി, 2 കയറ്റുമതി കുറഞ്ഞു എന്നതാണ്. എങ്കിൽ മറ്റൊരു വലിയ പ്രതിസന്ധി എന്നത് ചരക്ക് കൂലി വർദ്ധിച്ചു എന്നതാണ്. ഇന്ധന ചാർജ് വർദ്ധിച്ചതോടുകൂടി ഈ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ അവിടെ നിന്ന് ഇവിടേക്ക് പലപ്പോഴും ചരക്കെത്തിക്കുന്നത് റോഡ് മാർഗമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ധനവില വർദ്ധിച്ചതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം വില വർദ്ധിച്ചു. വളരെ നിസ്സാരമായി പറഞ്ഞാൽ ഈ ചരക്കുമായി എത്തുന്ന ലോറി ഡ്രൈവർക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ ഭക്ഷണത്തുക പോലും വർദ്ധിച്ച സാഹചര്യമാണുള്ളത്. അതായത് ഒരു ലോഡിന് ഏതാണ്ട് 10,000 രൂപ മുതൽ 20,000 രൂപ വരെയുള്ള വർധനവ് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നേരിടുന്ന വലിയ പ്രതിസന്ധി എന്നതുകൂടിയാണ് സൂചിപ്പിക്കേണ്ടത്. ഞാൻ ഡാനിയിലേക്ക് പോകുമ്പോൾ, ഡാനി, എന്താണ് വിപണിയിൽ ഇറങ്ങുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്? ഈ വിലക്കയറ്റം, ഈ പലവ്യഞ്ജനവും അരിയൊന്നും നമുക്ക് എത്ര വില കൂടിയാലും മാറ്റി നിർത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒരുപക്ഷെ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ തിരഞ്ഞെടുക്കുന്നതിലെങ്കിലും ചില മാറ്റങ്ങൾ വരുത്താം. പക്ഷേ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ ഡാനി. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് ഈ വിലക്കയറ്റം മലയാളികളുടെ അടുക്കളകളെ ബാധിക്കുന്നത്? അഭിലാഷ്, ഇതിൽ ഏറ്റവും പ്രതിസന്ധിയിലാകുന്നത് ഈ മലയാളികളുടെ അടുക്കള എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അഭിലാഷ് സൂചിപ്പിച്ചതിൽ തുടക്കത്തിൽ നമുക്ക് മറ്റ് ഓപ്ഷൻസ് ഇല്ലാത്തൊരവസ്ഥയാണ് നിലവിൽ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ചോറ് ഒഴിവാക്കിക്കൊണ്ട്, അരിയാഹാരം ഒഴിവാക്കിക്കൊണ്ട്
മലയാളിക്ക് അത്ര പെട്ടെന്ന് കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിനാകട്ടെ നമ്മൾ ആശ്രയിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളെയാണ് നമ്മൾ പൂർണ്ണമായും ആശ്രയിക്കുന്നത്. ഏതാണ്ടും ആ രീതിയിലാണെന്ന് പറയേണ്ടി വരുന്നു. മറ്റ് ധാന്യങ്ങളെ ആയാലും എല്ലാം ഇത് തന്നെയാണ്, പുറത്തുനിന്ന് വന്നിട്ട് വേണം മലയാളിക്ക് ഉണ്ണാനായിട്ട്. അപ്പോൾ ആ ഒരു സാഹചര്യമാണുള്ളത്. പക്ഷെ നിലവിലുള്ള കാര്യങ്ങൾ അത്ര പന്തിയല്ല. കാരണം വില ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്ത രീതിയിലേക്ക് വളരെ പെട്ടെന്ന് ഏതാണ്ട് 2 ആഴ്ച കൊണ്ട് തന്നെയാണ് വൻകുതിപ്പിലേക്കെല്ലാം തന്നെ നീങ്ങുന്നത്. മട്ടയരിക്ക് 10 രൂപ വർദ്ധിച്ചത് 2 ആഴ്ച കൊണ്ടാണെന്ന് ഓർക്കുക. അതോടൊപ്പം തന്നെ ജയയും മറ്റ് ഇനങ്ങൾ പൊന്നിയരി എടുത്തു പറയേണ്ടതാണ്. പൊന്നിയരിക്ക് വളരെ പെട്ടെന്ന് വില കൂടുന്ന സാഹചര്യമാണെന്നാണ് ഇന്നലെ ഇതിൻ്റെ ഒരു മൊത്ത വിതരണക്കാരൻ പറയുന്നത്. പൊന്നിയരിക്ക് നോക്കി നിൽക്കെ വില കൂടുന്നു എന്നാണ് പറയുന്നത്. കാരണം അത് പുറത്തേക്കെല്ലാം തന്നെ വലിയ രീതിയിൽ കയറ്റി അയക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് ആവശ്യത്തിന് ഇവരുടെ ഒരു ഡിമാൻഡ് അനുസരിച്ചുള്ള ഒരു സപ്ലൈ കിട്ടുന്നില്ല എന്നതാണ്. ഇത് കൃത്യമായി വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വില കൂടുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുന്നു. ഒപ്പം തന്നെയാണ് ധാന്യങ്ങൾ എല്ലാത്തിനും ഈ 2 ആഴ്ച കാലം കൊണ്ട് തന്നെ 4 രൂപ മുതൽ 10 രൂപ വരെ ശരാശരിയിലേക്ക് കൃത്യമായി കൂടുന്നു. അതിൽ ഉഴുന്നിന് 25 രൂപ വരെ വില വർദ്ധിച്ചു എന്നതാണ് മൊത്ത വ്യാപാരികൾ പറയുന്നത്. അപ്പോൾ അത് ചില്ലറ വിപണിയിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ, അതായത് മൊത്ത വിലയിൽ ആണ് ഈ തരത്തിലുള്ള വലിയ മാറ്റം. അത് ചില്ലറ വിപണിയിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് 1 കിലോ ഉഴുന്നിന് മൊത്ത വിപണിയിലാണ് 25 രൂപ വർദ്ധിച്ചിട്ടുള്ളത്. അത് ചില്ലറ വിൽപ്പനയിലേക്ക് മാറുമ്പോൾ അതിലും കൂടുതലായി മാറുന്നു എന്നത് മാത്രമല്ല, ഈ 1 കിലോയിൽ വരുന്ന മാറ്റം ആണ് മലയാളികളെ സംബന്ധിച്ച് ഇതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത ആഹാര വസ്തുക്കൾ കൂടിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ റിപ്പോർട്ട് ഞങ്ങൾ ആരംഭിച്ചത് തന്നെ ഓണവിപണിയെ മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബിന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. തീർച്ചയായും ഓരോ ഓണക്കാലത്തും സംസ്ഥാന സർക്കാർ വില പിടിച്ചു നിർത്തുന്നതിനും കൂടുതൽ സൗകര്യപ്രദമായി ജനങ്ങൾക്ക് വില കുറഞ്ഞ നിലയിൽ സാധന സാമഗ്രികൾ ലഭിക്കുന്നതിനുമൊക്കെ വേണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ വിപണികൾ തുറന്നു നൽകാറുണ്ട്. പൊതുവിതരണ സമ്പ്രദായം വഴി, സപ്ലൈകോയുടെ വിപണന കേന്ദ്രങ്ങൾ വഴിയൊക്കെ അത്തരത്തിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കാറുണ്ട് എന്നത് വസ്തുതയാണ്. ഇവിടെ ഈ സർക്കാരും ഈ ഓണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പണം മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ സപ്ലൈകോയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നീക്കിവെക്കുന്ന തുക, ആ തുക അതിന് എത്രത്തോളം പരിഹാരമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ ഇനി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് വിവരാവകാശ വിവരപ്രകാരം ലഭിച്ചിട്ടുള്ള ചില കണക്കുകൾ ആണ് എന്നതാണ്. ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം ലഭിച്ച കണക്ക് എന്നതുകൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. അതായത് പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള ഡേറ്റയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സപ്ലൈകോയുടെ കടം അല്ലെങ്കിൽ ബാധ്യത എന്നത് 4169 കോടി രൂപ ആണ് എന്നതാണ്. സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലൈകോയുടെ ബാധ്യതയാണ് 4169. ഈ 4169 കോടി രൂപയുടെ ബാധ്യത വരുമ്പോൾ ഇത് ബാധിക്കുന്നത് വിതരണക്കാരെയാണ്. സപ്ലൈകോയ്ക്ക് ഉൽപ്പന്നങ്ങളും മറ്റുമൊക്കെ നൽകുന്നവരെ അടക്കം ഈ പ്രതിസന്ധി ബാധിക്കുമ്പോൾ വിതരണക്കാർക്ക് നൽകാനുള്ളത് 432 കോടി രൂപ എന്നതാണ് വിവരാവകാശ വിവരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ 31/3/2026 വരെയുള്ള കണക്കനുസരിച്ച് ഞാൻ സൂചിപ്പിച്ചു, ഇത് മാർച്ച് അവസാനം വരെയുള്ള കണക്കാണ്. ഇതിന് ശേഷം കാര്യമായ മാറ്റമൊന്നും ഈ കണക്കിൽ ഇല്ല എന്നുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ. വിതരണക്കാർക്ക് 432 കോടി രൂപ നേരത്തെ സൂചിപ്പിച്ചു. 432 കോടി രൂപയാണ് വിതരണക്കാർക്ക് നൽകാനുള്ളത്. അതിന്റെ യഥാർത്ഥ കണക്ക് 432.23 കോടി രൂപ എന്നതാണ്. ഇവിടെ ഇതാ ധനകാര്യ വിഭാഗം ഏതാണ്ട് 132 കോടി രൂപ പ്രോസസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഈ വിതരണക്കാർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള പ്രോസസ് നടക്കുന്നു. അപ്പോഴും ബാധ്യത 430 കോടിയാണ് എന്നത് ഓർക്കണം. പ്രോസസ്സിംഗിൽ ഇരിക്കുന്ന ബില്ലുകളും മറ്റുമായി ബന്ധപ്പെട്ട് 300 കോടിയുടേത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇങ്ങനെയുള്ള നീക്കങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതാ ഈ പട്ടിക കൂടി പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് വൻകിട കമ്പനികൾക്ക് നൽകാനുള്ള തുകയാണ്. നമ്മൾ സപ്ലൈകോയിൽ ചെല്ലുമ്പോൾ അവിടെ ലഭിക്കുന്ന പല ഉൽപ്പന്നങ്ങളെക്കുറിച്ചും സാധാരണക്കാരായ ആളുകൾക്ക് ബോധ്യമുണ്ടാകും. ആ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത കമ്പനികൾക്ക് ഇപ്പോൾ സപ്ലൈകോ നൽകാനുള്ള ഒരു തുകയുടെ കണക്കാണ്. അവിടെ പതഞ്ജലി ആയുർവേദ്, അതിന് 19 കോടി രൂപയാണ് ഈ കമ്പനിക്ക് സപ്ലൈകോ ഇനി നൽകാനുള്ളത്. മികായേൽ ഫുഡ്സ് ലിമിറ്റഡ് 14 കോടി രൂപ നൽകാനുണ്ട്. സെന്തിൽ ട്രേഡേഴ്സ് 14 കോടി രൂപ നൽകാൻ കിടക്കുന്നു.
റോയൽ എഡിബിൾ കമ്പനി 11 കോടി രൂപയാണ് കമ്പനിക്ക് ഇപ്പോൾ സപ്ലൈകോ കടമായി നൽകാനുള്ളത്. മലപ്പുറം ട്രേഡേഴ്സ് 1.21 കോടി രൂപ, മരിയൻ സ്പൈസസ് 2.69 കോടി, ഓയിൽ പാം ഇന്ത്യ 1.47 കോടി, റെഡ്കോ 1 കോടി രൂപ. ഇതെല്ലാം വൻകിട വിതരണക്കാർക്ക് സപ്ലൈകോ നൽകാനുള്ള തുകയാണ്. അവർ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തതിന് ശേഷം ഉള്ള യഥാർത്ഥത്തിൽ അവർ ഇത്രയും ബാധ്യതയിൽ നിൽക്കുന്നു എന്നതാണ് ആ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി തീർന്നില്ല. സപ്ലൈകോ വലിയ പ്രതിസന്ധിയിലാകുമ്പോൾ സാധാരണ നമ്മളെല്ലാം ചെയ്യുന്നത് പോലെ കടം വാങ്ങും, ലോൺ എടുക്കും. അങ്ങനെ ലോൺ എടുക്കുന്നത് ബാങ്കുകളിൽ നിന്നാണ്. ഇനി ആ ബാങ്കുകളുമായി ബന്ധപ്പെട്ട അങ്ങേയറ്റം ഞെട്ടിക്കുന്ന കണക്കുണ്ട്. ആ കണക്ക് ഇങ്ങനെയാണ്: കേരള ബാങ്കിന് പലിശ ഇനത്തിൽ മാത്രം സപ്ലൈകോ നൽകാനുള്ളത് 175 കോടി രൂപയാണ്. പ്രേക്ഷകർ ഓർക്കുക, ഇത് മുതലല്ല, പലപ്പോഴായി വാങ്ങിയതിൻ്റെ പലിശ എന്ന നിലയിൽ കൊടുക്കാനുള്ളത് 175 കോടി രൂപ എന്ന വിവരാവകാശ വിവരപ്രകാരം ലഭിക്കുന്ന കണക്കുകളിൽ സംസ്ഥാന സർക്കാർ തന്നെയാണ് വിശദീകരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 1000 കോടി രൂപ നൽകേണ്ടതുണ്ട്. കാനറ ബാങ്കിന് 1000 കോടി രൂപ സപ്ലൈകോ നൽകാനുണ്ട്. ഫെഡറൽ ബാങ്കിന് 490 കോടി രൂപ നൽകാനുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇനി PRS ലോൺ ഇനത്തിൽ കേരള ബാങ്കിന് 2021-22 കാലഘട്ടത്തിൽ മാത്രം 379 കോടി, കേരള ബാങ്കിന് 2022-23 കാലഘട്ടത്തിൽ 200 കോടി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺസോർഷ്യം എന്ന നിലയിൽ 480, കാനറ ബാങ്കിന് 620. ഇതെല്ലാം കോടിയിലാണ് ഈ കണക്കുകൾ. ഇതെല്ലാം തന്നെ സപ്ലൈകോ എടുത്ത ലോണുകൾ ആണ് എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം. ഇവിടെയാണ് നമ്മൾ ഈ ബജറ്റിലൊക്കെ സപ്ലൈകോയ്ക്ക് വേണ്ടി 100 കോടി മാറ്റിവെച്ചു, 200 കോടി മാറ്റിവെച്ചു എന്നതൊക്കെ കേൾക്കുന്നത്. പക്ഷേ അതെല്ലാം എത്രയോ തുച്ഛമായ തുകയാണ് എന്നതാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി ഇതാ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടെ സപ്ലൈകോയ്ക്ക് വേണ്ടി, സപ്ലൈകോ അങ്ങേയറ്റം നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കൊടുത്തിട്ടുള്ള കണക്ക് എന്നത് 1813 കോടി രൂപ എന്നതാണ് ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത്. ഇതാണ് 10 വർഷത്തെ കണക്ക് എങ്കിൽ ഓരോ വർഷത്തിലും സർക്കാർ അനുവദിച്ച തുക കൂടി ഒന്ന് നോക്കാം. 2016-17 സാമ്പത്തിക വർഷം 200 കോടി, 2017-18 200 കോടി, 18-19 125 കോടി, 19-20 നമുക്കറിയാം ഇതൊക്കെ ഒരു കോവിഡ് കാലഘട്ടം കൂടിയായിരുന്നു എന്നത് ഓർക്കുക. എന്നാൽ കോവിഡിന് ശേഷമുണ്ടായി 21-ൽ സർക്കാർ 5 പൈസ പോലും സപ്ലൈകോയ്ക്ക് വേണ്ടി നൽകിയില്ല. 21-22 കോവിഡിനെ മറികടന്ന സമയമാണ്, 75 കോടി. 22-23 കാലഘട്ടത്തിൽ ഒന്നും നൽകിയില്ല. 2023-24 357 കോടി, 2024-25 455 കോടി, 2025-26 347 കോടി. ഇതാണ് സംസ്ഥാന സർക്കാർ സപ്ലൈകോയ്ക്ക് വേണ്ടി നീക്കിവെച്ചത്. അപ്പോഴും ബാധ്യത 4000 കോടിയിൽ നിൽക്കുന്നു. ഈ 4000 കോടി രൂപയുടെ ബാധ്യതയിൽ നിന്നുകൊണ്ട് വേണം ഈ ഓണ വിപണിയെ സപ്ലൈകോ നേരിടാൻ എന്നതാണ് അങ്ങേയറ്റം ഗൗരവതരം. ഈ വിവരാവകാശ റിപ്പോർട്ടുകൾ ലഭിച്ചത് രാജു വാഴക്കാല എന്ന പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം എന്ത് എന്നുകൂടി കേൾക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.